ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണും, ടെസ്ല ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് നമ്മുടെ മോഡൽ വൈ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ EV സെക്ടറിന് നല്ലൊരു ഹ്യൂജ് ഗ്രോത്ത് നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ EV സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇപ്പം നമ്മൾ EV സെക്ടർ എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ EV വെഹിക്കിൾസ് സെയിൽ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, EV ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കമ്പോണൻസ് സെയിൽ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിലെല്ലാത്തിലും ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സേഫ് രീതിയിൽ ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് EV സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വെറും വേണ്ടത് 29 രൂപ 50 പൈസയാണ് നിങ്ങൾക്ക് വേണ്ടത്. നമ്മൾ ഇപ്പോൾ ഇതിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ETF എന്ന് പറയുന്നത് EV ഇന്ത്യ എന്ന ETF ആണ്. നമ്മൾ ടോപ്പ് EV സെക്ടറിലുള്ള 35 സ്റ്റോക്സിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ETF ഫണ്ടാണ് ഈ EV ഇന്ത്യ ETF. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ജൂലൈ 10, 2024 ലോഞ്ച് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് 10% ഇത് ഫാൾ വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 1-2-3 മാസങ്ങളായിട്ട് ഓൾമോസ്റ്റ് 12%, ഓൾമോസ്റ്റ് 10%-ന് മേലെ റിക്കവറി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള EV സെക്ടറിൽ എന്തൊക്കെയാണ് എങ്ങനത്തെ കമ്പനികളൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? മെയിനായിട്ട് വരുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ്, പിന്നെ വരേണ്ടത് അതിൻ്റെ ബാറ്ററിയും കമ്പോണൻസും, പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഈ 3 കമ്പനീസിനെ കോർത്തിറക്കിക്കൊണ്ടായിരിക്കും നമ്മൾ EV ഇന്ത്യയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് 35 കമ്പനീസ് ഈ ഒരു സെക്ഷനിലുള്ള കമ്പനീസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കമ്പനീസുകളാണ് കൂടുതലും ഇതിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ലൈക്ക് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് സെക്ഷനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഗ്രോ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലുള്ള EV ബാറ്ററീസും കമ്പോണൻസും ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള കമ്പനീസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ബാറ്ററീസും കമ്പോണൻസും ചാർജിങ് സ്റ്റേഷൻസും ഒന്നും ഇല്ലാണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഗ്രോ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ആ ഒരു സെക്ഷൻ കമ്പനി കൂടിയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് EV സെക്ടറിൽ എല്ലാ പാർട്ടും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് EV ഇന്ത്യയിൽ വരുന്ന ടോപ്പ് 10 കമ്പനീസിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓൾമോസ്റ്റ് ലീഡിങ് EV മാനുഫാക്ചറായ ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് ടോപ്പ് ലിസ്റ്റിലുള്ളത്. രണ്ടാമത്തെ സ്റ്റോക്കായെന്ന് വെച്ചാൽ രണ്ടാമത്തെ ലൊക്കേഷനായ ഒരു ബജാജ് ഓട്ടോ, ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ഇലക്ട്രിക്കൽ 2 വീലേഴ്സ് ചെയ്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് ടോപ്പ് സെല്ലിങ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ അങ്ങനെ ടോപ്പ് മാനുഫാക്ചറിങ് കമ്പനീസും പിന്നെ EV കമ്പോണൻസ്, റിലയൻസ് ബാറ്ററി മാനുഫാക്ചറിങ്, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ, CG പവർ, സോഫ്റ്റ്വെയർ, അങ്ങനെ ടോപ്പ് 10 കമ്പനീസിനെ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് എത്ര പെർസെൻറ്റേജാണ് ഈ സെക്ഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എന്നുള്ളത്, വെയിറ്റേജാണ് അതിൻ്റെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പെർസെൻറ്റേജ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാം എവിടേക്കാണ് ഈ EV ഇന്ത്യ ETF ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ടോപ്പ് സ്റ്റോക്കുകളിലെല്ലാവരും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കമ്പനി ഇൻ കേസ് ഫാളായി കഴിഞ്ഞാൽ നമ്മൾ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഫാൾ ചെയ്തു, ബജാജ് കയറി, മഹേന്ദ്ര കയറി. അപ്പോൾ നമുക്ക് കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്ക് വീണാൽ തന്നെ മറ്റു സ്റ്റോക്കുകൾ
മുകളിലേക്ക് പോകുമ്പോൾ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ETF EV India ETF ഗ്രോ ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ചാർട്ട് അനാലിസിസ് ആണ്. നമ്മുടെ ടെക്നിക്കൽ സൈഡ് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഈ EV Indiaയുടെ സപ്പോർട്ട് എവിടെയാണ്, ഏതൊക്കെ ലെവലിൽ നമ്മൾ ബൈ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 36 ആണ് നമ്മുടെ 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഒരു ഫാളാണ് നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് 3 മന്ത്സിൽ നല്ലൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ട്രെൻഡ് ചേഞ്ച് വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ ലെവലിലാണ് നിങ്ങൾ ഇത് വാങ്ങണ്ടേ എന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 29.5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെവലിൽ കുറച്ച് ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആവറേജ് ചെയ്യാം. ആവറേജ് ചെയ്യാനുള്ള സപ്പോർട്ട് ലെവൽസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മേജറായിട്ട് വരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കൺസൾട്ടേഷൻ്റെ ഒരു ലോ തന്നെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് 28.6 ഏരിയയിൽ 28 to 28.6 ഏരിയ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ആവറേജ് ചെയ്യാം. അതൊരു നല്ല സപ്പോർട്ടാണ്. അതിന് തൊട്ടടിയിലായിട്ട് ഇതിന് മുമ്പത്തെ ഒരു മേജർ മൂവ്മെൻറ്റ് നടന്നതിന് മുമ്പുള്ള ഒരു സപ്പോർട്ട് ഏരിയ, ഒരു കൺസോൾട്ടേഷൻ ഏരിയയാണ് നമുക്ക് ആവറേജ് 2 ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് 27.2 to 26.5 ഏരിയയിൽ നിങ്ങൾക്ക് സെക്കൻഡ് ആവറേജ് ലെവൽസുകൾ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വരുന്ന ലെവലുകൾ എന്ന് പറയുന്നത് 25 to 24 ലെവലാണ് പിന്നത്തെ ഒരു ആവറേജ് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെവലുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാം. വൺ ടൈമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും നല്ലത് ഇനി ഈ ലെവൽസുകളിലൊക്കെ ഒരു സപ്പോർട്ട് ലെവൽസുകളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റീസ് വെച്ച് ഒരു ലോങ് ടൈമിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു പ്രൈസിൽ, ആവറേജ് പ്രൈസിൽ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്തായാലും മെയിനായിട്ട് ഇതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 5 to 7 ഇയേഴ്സെങ്കിലും മിനിമം ഹോൾഡ് ചെയ്യാവുന്ന ഒരു ആൾക്കാർ മാത്രമേ ഇതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു 2 വീലേഴ്സ് മാർക്കറ്റിലാണ് കൂടുതലും സെയിൽസ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് EV സെക്ടറിൽ ഓൾമോസ്റ്റ് 60% 2 വീലേഴ്സാണ്. ബാക്കി ഒരു 35% ഒരു 3 വീലർ സെയിൽസിലാണ് വന്നിട്ടുള്ളത്. പാസഞ്ചർ കാർസ് ഇപ്പോഴും ഒരു 5% സെയിൽ വന്നിട്ടുള്ളൂ. പുതിയ ടെക്നോളജിയും ഗവൺമെൻറ്റിൻ്റെ പുതിയ സപ്പോർട്ടും ഒക്കെ കൂടി വന്നാൽ മാത്രമാണ് നമുക്ക് നല്ല EV സെയിൽസ് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ലോങ് ടൈം ഇതിലേക്ക് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്താൽ മതി. ഓൾസോ നിങ്ങൾ എന്തായാലും ഒരു നെക്സ്റ്റ് 5 to 10 ഇയേഴ്സിൽ EV സെക്ടറിൽ നിങ്ങളൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ EV India ETF കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മേജറായിട്ടുള്ള ടാറ്റ മോട്ടോഴ്സോ അല്ലെങ്കിൽ ബജാജോ മഹേന്ദ്രയോ ഏതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഈക്വലായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. EV Indiaയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 35 സ്റ്റോക്കിൽ ഡിവൈഡ് ചെയ്ത് പോണ കാരണം ഇതൊരു കുറച്ചുകൂടി സേഫ് ആയിരിക്കും. ഓൾസോ ഇതിൻ്റെ മേജർ റിസ്ക് എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ സെക്ടറിൽ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ EV സെക്ടർ ഫെയിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫ്യൂച്ചറിൽ മറ്റെന്തെങ്കിലും കണ്ടുപിടുത്തം വന്നു കഴിഞ്ഞാൽ ഈ EV സെക്ടർ ചേഞ്ച് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഗ്രോത്ത് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ആ സെക്ടറിലുള്ള ഫാള് നമ്മുടെ ഈ ETF ഫണ്ടിനെ വളരെയധികം ബാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ EV സെക്ടറിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഗ്രോത്ത് കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ETF ആണ്
EV India ETF. നിങ്ങൾ വളരെ സ്മോൾ പോർഷനിൽ നിങ്ങൾ ആഡ് ചെയ്ത് ഓരോ ഫാളിലും നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബിൽഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് EV India ETF. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.